സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ ഇത് സിന്ധു ഭൈരവിയാണ്. സിന്ധു ഭൈരവി നാടകപ്രിയ, പിന്നെ ഹനുമത്തോടി, ഇത് രണ്ടിൻ്റെയും ജന്യമാണെന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരുപോലെയാണ് ആരോഹണം അവരോഹണം വായിക്കുന്നത്. എങ്ങനെ? ഇതാണ് ഇങ്ങനെയാണ് രണ്ടും വായിക്കുന്നത്. പക്ഷേ ഔഡവ സമ്പൂർണം ഷാഡവ സമ്പൂർണം ആയിട്ടാണ് സിന്ധു ഭൈരവി കാണിക്കുന്നത്. ഒന്ന് സഗമ ധനിസ, ഹിന്ദോളത്തിന്റെ ആരോഹണം. ഇതാ അവരോഹണത്തിൽ മുഴുവനുണ്ട്. സഗമ ധനിസ സാനിധ പഞ്ചമം മഗരേസ, അങ്ങനെയുണ്ട്. മനസ്സിലായോ? രണ്ടു തരത്തിലും സിന്ധു, അതായത് ആരോഹണത്തിൽ പഞ്ചമം കൊടുക്കുന്നില്ല. എന്നാൽ ചിലർ ആളുകൾ ആരോഹണത്തിൽ തോടി വായിക്കുന്നത് പോലെയൊക്കെ തന്നെ പഞ്ചമം ഇട്ട് വായിക്കുന്നുമുണ്ട്. നോക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്മന്ദഹാസം, അത് ഞാൻ സീല് വായിച്ച് കാണിച്ചത് 4 ഇവിടെയാ. എന്മന്ദഹാസം നീസ നിസാസ നീസ നിസാസ, എന്മന്ദഹാസം നീസ നിസാസ ചന്ദ്രികയായെങ്കിൽ. മനസ്സിലായോ? ചന്ദ്രിക നീസനി ചന്ദ്രികയായെങ്കിൽ സാ സ സ ചന്ദ്രികയായെങ്കിൽ നിസ നിസാ സ സ. അടുത്തത് എന്നും നിസ നിഗ നിഷാദം ഷഡ്ജം, വീണ്ടും നിഷാദം ഗാന്ധാരം. നിസ നിഗ എന്നും പൗർണമി രിഗരിസ പൗർണമി. ഫോണിൽ ചാർജ് 8 ഉള്ളൂ, ഞാനത് ഫാസ്റ്റ് ചെയ്ത് ചെയ്യാണ്. മനസ്സിലായോ? ഇത്തിരി ധൃതി ഉണ്ട് അല്ലേ? എന്നും നിസ നിഗ രിഗരിസ എന്നും പൗർണമി വിടർന്നേനെ സ സ സ സ നിസ നിഗ രിഗരിസ സ സ സ സ എന്നും പൗർണമി വിടർന്നേനെ. അടുത്തത് എൻ സ്വപ്നരേണുക്കൾ, സെയിം സ്വരം. നിസ നിസാ സ സ രത്നങ്ങളായെങ്കിൽ നിസ നിസാ സാസനി സാസനി. തിരിച്ച് സ്വപ്നം രത്നങ്ങളായെങ്കിൽ. അപ്പൊ ഒന്നും കൂടി. എൻ സ്വപ്നരേണുക്കൾ സ്വപ്നങ്ങൾ രത്നങ്ങളായെങ്കിൽ. വേർഡ്സ് നിങ്ങൾ തിരുത്തണം. എന്നും നിസ നിഗ നവരത്ന അല്ലേ? ശ്രീമകരീസ നവരത്ന ശ്രീമകരീസ മണിഞ്ഞേനെ. എന്നൊരു വൃത്തിയായി എടുത്തരാം. എൻ സ്വപ്നരേണുക്കൾ നിസ നിസാ സ സ രത്നങ്ങളായെങ്കിൽ നിസ നിസാ സാസനി. മനസ്സിലായോ? നിസ നിസാ സാസനി രത്നങ്ങളായെങ്കിൽ. അടുത്തത് എന്നും നിസ നിഗ നവരത്ന
രി മകരി സ രി മകരി സ രി മകരി സ നവരത്ന മണിഞ്ഞേനെ സ സ സ സ നവരത്ന രി മകരി സ സ സ സ സ. അടുത്തത് എന്ന ശ്രുബിന്ദുക്കൾ ഗമ ഗമ മമഗ ഗമ ഗ മാമഗ ഗമ ഗമ മമഗ എന്ന ശ്രുബിന്ദുക്കൾ. മനസ്സിലായോ? എന്ന ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ ഗമഗ ദപ മമ ഗമഗ ദപ 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 പറയണം പെട്ടെന്ന്. ഗമഗ ദപ മമ പുഷ്പങ്ങളായെങ്കിൽ. ഒന്നുകൂടി. എന്ന ശ്രുബിന്ദുക്കൾ ഗമഗ മമഗ പുഷ്പങ്ങളായെങ്കിൽ ഗമഗ പമമ ഗമഗ പമമ സഗമമ. വലിയ മാ അവിടെ വന്ന് ലാസ്റ്റ് മാ പറയുന്നത് സഗമ, അത് ചെറിയ മാ. സഗമമ വലിയ മാ, അതായത് ശുദ്ധമധ്യമം. രണ്ടാമത്തത് പ്രതിമധ്യമം. എന്നും സഗ, അത് വേണമെങ്കിൽ സമഗമമ എന്നും സമഗമമ സാമഗാമമമ്മ സാമഗാമമമ്മ എന്നും സമഗമമമ്മ എന്നും മാധവ ഗമഗസ മാധവ സ സ ഗ മാധമഗ ഗരി സ സ സ ഗ മാ വലിയ മാ സ സ ഗ മാധമഗ ഗരി സ മൂന്നർന്നേനേ എന്നും സമഗമമമ്മ എന്നും സമഗമമമ്മ സമഗമമമ്മ സഗമമ. ഇതാണ് എന്നും സമഗമമമ്മ ഗമഗസ എന്നും മാധവ മൂന്നർന്നേനേ സ സ ഗ മാധമഗ ഗരി സ മാധമഗ ഗരി സ സ സ ഗ മാധമഗ ഗരി സ മാധമഗ ഗരി സ ഉണർന്നേനേ എന്നും മാധവ ഉണർന്നേനേ. മനസ്സിലായില്ലേ? ഇനി പ്രയാസമൊന്നുമില്ല അല്ലേ? ഒക്കെ പഠിച്ചല്ലോ. എന്നും മാധവ 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 ഗമഗസ എന്നും മാധവ സമഗമമ ഗമഗസ എന്നും മാധവ ഉണർന്നേനേ. ഓ, ഇത്രയും മതി. ഇനി ഇതിന്റെ ഹമ്മിങ് ഉണ്ടേ, മറന്നുപോയി. ആദ്യം തന്നെ വരുന്നത് ഇതാണ് സംഗതി. സാ മ്യൂസിക് ആണ് ഇത്. ഇതാ ഇതിനുള്ളിൽ കൂടെ വരുന്നതാ. സാ മാ ചെറിയ മാ മഗരി സ, അത് വലിയ മാ. അവിടെ മഗരി സ. ഇത്രയും കൂടെ ചാർജ് നോക്ക്. ആ ഓക്കെ. അത് സായാണേ. ഈ
വീണ്ടും സാ. ഒന്നുകൂടി സ്വരം പാടിത്തരുന്നാല്. സാ സാ മാ മാ ഗരി സാ. ഫസ്റ്റിലെ മാ ശുദ്ധമധ്യമം, സെക്കൻഡ് പ്രതിമധ്യമം. ഇതാണ് ഹമ്മിങ്. ഇത്രയും ധൃതി കാണിച്ചത് മൊബൈലിൽ വളരെ ചാർജ് കുറവാണ്. തീർന്നു, ഇനി 3 ഉള്ളൂ ചാർജ്. പാട്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നൂല. നല്ലോണം ക്ലിയർ ആയി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിർത്തിക്കാതെ പെട്ടെന്ന്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ.